സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ഭാഗവത മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനം, ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകങ്ങളെയും അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ആ ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശ്രീപരിഷത്തിന്റെ ആവശ്യപ്രകാരം, അപേക്ഷപ്രകാരം ശ്രീ ശുഖബ്രഹ്മർഷി ഭഗവാന്റെ കഥകൾ പറയുകയാണ്. വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹശേഷം ആ വിവാഹ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ വസുദേവരും ദേവകിയും ഇരിക്കുന്ന തേർ നയിക്കുന്നത്, തെളിക്കുന്നത് ദേവകിയുടെ സഹോദരനായ കംസനാണ്. അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന മധ്യേ ഒരു അശരീരി കേൾക്കുന്നു. ശരീരമില്ലാത്തൊരു വാക്ക്, ശബ്ദം മാത്രം കേൾക്കുന്നു. കംസ, നീ ഇപ്പോൾ സ്നേഹത്തോടെ വഹിച്ചുകൊണ്ടു പോകുന്ന നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ ഗർഭത്തിൽ ഉണ്ടാകുന്ന സന്താനം നിന്നെ വധിക്കും എന്ന് കംസനോട് മുന്നറിയിപ്പ് നൽകുന്നു. ഇതുവരെയാണ് നാം കേട്ടത്, നാം പഠിച്ചത്. ഇനി 35ാമത് ശ്ലോകമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്യുക്തഃ സകലഃ പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തുമാരബ്ധഃ ഖഡ്ഗപാണിഃ കചേ അഗ്രഹീത്. ഇത്യുക്തഃ സകലഃ പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീ ഹന്തുമാരബ്ധഃ ഖഡ്ഗപാണിഃ കചേ അഗ്രഹീത്. ഇത്യുക്തഃ സകലഃ, ഖലഃ പാപഃ ഭോജാനാം കുലപാംസനഃ സ. ഖലഃ പാപഃ ഭോജാനാം കുലപാംസനഃ സ ഇതി ഉക്ത. ഖലഃ പാപഃ, ഖലൻ ദുഷ്ടൻ, പാപഃ പാപിയും, ഭോജാനാം കുലപാംസനഃ ഭോജരാജവംശത്തിന്, ഭോജരാജവംശത്തിന് കുലപാംസനഃ കളങ്കവുമായ, ഭോജരാജവംശമാകുന്ന കുലത്തിന് കളങ്കവുമായ സ അവൻ, ഇതി ഇപ്രകാരമുള്ള ഉക്തഃ വാക്കുകേട്ടപ്പോൾ, ഇത്യുക്തഃ സ ഇതി ഉക്ത അവൻ ഇപ്രകാരമുള്ള വാക്കുകേട്ടപ്പോൾ. എന്താണ്? 8ാമത്തെ ഗർഭത്തിലെ സന്താനം നിന്നെ കൊല്ലുമെന്നുള്ള ശരീരി വാക്ക് കേട്ടപ്പോൾ, സ ഇതി ഉക്ത അവൻ ഇപ്രകാരമുള്ള വാക്ക് കേട്ടപ്പോൾ, ഖലാ പാപഃ ദുഷ്ടനും പാപിയും, ഭോജാനാം കുലപാംസനഃ ഭോജരാജവംശത്തിന് കളങ്കവുമായ സ അവൻ, ഭഗിനീം ഹന്തും ആരബ്ധ ഭഗിനി സോദരി, സോദരിയെ ഹന്തും വധിപ്പാനായി ആരബ്ധ ഒരുമ്പെട്ട്, ഖഡ്ഗപാണിഹി കയ്യിൽ വാളുമെടുത്ത്, ഖഡ്ഗം വാള്, പാണി കയ്യ്, ഖഡ്ഗപാണി കയ്യിൽ വാളെടുത്ത്, കചേ അവളുടെ തലമുടിയിൽ, ദേവകീ ദേവിയുടെ തലമുടിയിൽ അഗ്രഹീത് ചുറ്റിപ്പിടിച്ചു. ഭഗിനീം ഹന്തും ആരബ്ധ സോദരിയെ വധിപ്പാൻ ഒരുമ്പെട്ട്, ഖഡ്ഗപാണി കയ്യിൽ വാളെടുത്ത്, കചേ അഗ്രഹീത് ദേവകീ ദേവിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു. ഇത്യുക്തഃ സകലഃ പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കചേ അഗ്രഹീത്. ദുഷ്ടനും പാപിയും
ഭോജരാജവംശത്തിന് കളങ്കവുമായ അവൻ, ആ കംസൻ, ഇപ്രകാരമുള്ള വാക്കു കേട്ടപ്പോൾ, ഈ അശരീരി വാക്കു കേട്ടപ്പോൾ, സോദരിയെ വധിപ്പാൻ ഒരുമ്പെട്ട് കയ്യിൽ വാളെടുത്ത് അവളുടെ ദേവകീദേവിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു. 36 ശ്ലോകത്തിലേക്ക് നോക്കിയാൽ, തം ജുഗുപ്സിതകർമാണം നൃശംസം നിരവത്രവം വസുദേവോ മഹാഭാഗ ഉവാച പരിസന്ദ്വയൻ. തം ജുഗുപ്സിതകർമാണം നൃശംസം നിരവത്രവം വസുദേവോ മഹാഭാഗ ഉവാച പരിസന്ദ്വയൻ. മഹാഭാഗഃ വസുദേവഃ. വസുദേവോ മഹാഭാഗഃ. മഹാഭാഗഃ വസുദേവഃ. മഹാഭാഗൻ, മഹാഭാഗ്യശാലിയായ വസുദേവൻ, ജുഗുപ്സിത കർമാണം, നിന്ദാർഹമായ കർമ്മത്തിനൊരുങ്ങിയവനും. ജുഗുപ്സിത കർമാണം, നിന്ദാർഹമായ, നിന്ദിക്കപ്പെടേണ്ടതായ കർമ്മത്തിന് ഒരുമ്പെടുന്നവൻ തുടങ്ങിയവനും. നിരവക്രമം, നിർലജ്ജൻ, ലജ്ജയില്ലാത്തവൻ. നൃശംസം, ക്രൂരനുമായ. തം, അവനെ, ആ കംസനെ. പരിസാന്ത്വയൻ, സമാധാനിപ്പിച്ചുകൊണ്ട്. ഉവാച, പറഞ്ഞു. വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ തം ജുഗുപ്സിത കർമാണം നൃശംസം നിരവത്രകം. മഹാഭാഗ വസുദേവ, മഹാഭാഗ്യശാലിയായ വസുദേവർ, ജുഗുപ്സിത കർമാണം നിരവത്രവം, നിന്ദാർഹമായ കർമ്മത്തിനൊരുങ്ങിയവനും നിർലജ്ജനും നൃശംസം, ക്രൂരനുമായ. തം, അവനെ, ആ കംസനെ. പരിസാന്ത്വയൻ, സമാധാനിപ്പിച്ചുകൊണ്ട്. ഉവാച, പറഞ്ഞു. തം ജുഗുപ്സിത കർമാണം നൃശംസം നിരവത്രവം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ. മഹാഭാഗ്യശാലിയായ വസുദേവൻ, നിന്ദാർഹമായ കർമ്മത്തിനൊരുങ്ങിയവനും നിർലജ്ജനും ക്രൂരനുമായ ആ കംസനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണ് 36 ശ്ലോകം. ഇനി ഈ 2 ശ്ലോകങ്ങളെ എങ്ങനെ ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അങ്ങനെ അന്യൂനതരം വിശദസ്ഫുടാക്ഷരം ധ്രുവം കേൾക്കായോരശരീരി വാക്യമാം ശല്യം ബഹുമൂർഖനാം കംസനുള്ളിലേൽക്കയാൽ അതുമൂലം രാക്ഷസബുദ്ധ്യാ നടുങ്ങിയിടിനോരജ്ഞാനിതാൻ ഈക്ഷണേന്ദ്രിയാർത്ഥയാം സോദരി തന്നെ പ്രതിവാച്ച വാത്സല്യം മറന്ന് ഏറ്റവും ക്രോധം കലർന്ന് ഓർച്ചകളൊഴിഞ്ഞ് ഇവ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ശീഘ്രം ഈ സഭയിൽ നിന്നെല്ലാവരും കാണെ കരവാൾ കിരയാക്കിയിടുവൻ ഇല്ല സംശയമേതോ. ഈശ്വരൻ അത് ചെയ്യുകെന്നോട് നിയോഗിച്ചത് ആശ്ചര്യം, എനിക്കതുകൊണ്ടൊരു ദോഷം വരാ. ഈക്ഷണേന്ദ്രാർത്ഥയാം സോദരി തന്നെ പ്രതിപാച്ച വാത്സല്യം മറന്ന് ഏറ്റവും ഉൾക്രോധം കലർന്ന് ഓർച്ചകളൊഴിഞ്ഞ് ഇവൾ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ശീഘ്രം ഈ സഭയിൽ നിന്നെല്ലാവരും കാണെ കരവാൾ തിരയാക്കിയിടുവൻ ഇല്ല സംശയമേതും. ഈശ്വരൻ അത് ചെയ്യുന്നോട് നിയോഗിച്ചത് ആശ്ചര്യം, എനിക്കതുകൊണ്ടൊരു ദോഷം വരാ. ഈശ്വരൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. ഇവളുടെ 8ാമത്തെ ഗർഭം, ആ ഗർഭത്തിലുണ്ടാകുന്ന സന്താനം എന്നെ കൊല്ലുമെന്ന് അശരീരി വാക്ക് ഈശ്വരന്റെ വാക്കാണത്. ശരീരമില്ലാത്ത വാക്ക് കേൾക്കുക ഈശ്വരന്റെ വാക്കാണത്. അതുകൊണ്ട് അത് ഈശ്വര നിശ്ചയമാണ്. എനിക്കതുകൊണ്ടൊരു ദോഷവും വരുത്തില്ല. ഞാൻ ഇവളെ ഇപ്പൊ കൊല്ലാൻ പോവുകയാണ്, എന്റെ സഹോദരിയാണെങ്കിലും. ഇത്തരം ആത്മനി ചിന്തിച്ചുറച്ചു കൽപ്പിച്ച് അതിസത്വരോ
ചമ്മട്ടി തട്ടിൽ വെച്ച് എഴുന്നേറ്റ് ദക്ഷിണക്കരേണ വാളെടുത്ത് മറ്റേതുകൊണ്ട് അക്ഷണം സഹോദരി തന്നെ തലമുടി ചുറ്റി വേഗേന പിടിച്ചെടുത്തു തൂക്കിക്കൊണ്ടു തെറ്റുന്നു ഗളഭൂമി വെട്ടുവാനൊന്നും ഇതോ. ഇത്തമാത്മന് ചിന്തിച്ചുറച്ച ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇത് ഈശ്വരൻ തന്നെയാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് ഞാൻ അറിഞ്ഞത് കൊണ്ട് എന്റെ സഹോദരിയുടെ 8ാമത്തെ ഗർഭത്തിൽ ഉണ്ടാകുന്ന പുത്രൻ എന്നെ വധിക്കുമെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ കൊന്നേക്കാം, അത് ഈശ്വര നിശ്ചയമാണ്, അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരത്തില്ല എന്ന് ഇത്തമാത്മന് ചിന്തിച്ചുറച്ച് കൽപ്പിച്ച് സത്വരം ചമ്മട്ടി തേർത്തട്ടിൽ വെച്ച് ചാട്ടവാറ് തേർത്തട്ടിൽ തന്നെ വെച്ച് ദക്ഷിണകരേണ വാളെടുത്തു, വലത് കൈ കൊണ്ട് വാളെടുത്തു, മറ്റേതുകൊണ്ട് അക്ഷണം സഹോദരി തന്നെ തല മുടിചുറ്റി വേഗേന പിടിച്ചെടുത്ത് തൂക്കിക്കൊണ്ട് ഇടത് കൈകൊണ്ട് ദേവകി ദേവിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു, വലത് കൈയിൽ വാളുമെടുത്തു. അങ്ങനെ തെറ്റുന്ന ഗളഭൂമി വെട്ടുവാനോ ഇങ്ങനെ കഴുത്തിലേക്ക് വെട്ടുവാനോ വിധവും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴ് ചിത്തവിഭ്രമം കലർന്ന് ഉത്തമയായ കന്യാരത്നവും തതിനവാ വിട്ടുടനറിനാൾ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ദേവകി ദേവി വാവിട്ടലറുകയാണ്. പെറ്റ സങ്കടത്തോട് വളരെ സങ്കടത്തോടുകൂടി ദേവകി ദേവി വാവിട്ടലറുകയാണ്. അപ്പോഴത് കണ്ട് വിദ്രുതം വസുദേവതാൻ എഴുന്നേറ്റ് ചെന്ന് ദുഷ്ടനാം അവൻ തന്റെ ഹസ്തവും വാളും കൂടെ പെട്ടെന്ന് പിടിച്ച് ഇടരുറ്റുടൻ ചൊല്ലിയിടിനാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് വസുദേവർ എഴുന്നേറ്റ് എന്ന് ദുഷ്ടനാം അവൻ തന്റെ ഹസ്തവും അവന്റെ കൈയും വാളും കൂടെ പെട്ടെന്ന് പിടിച്ച് അടക്കിക്കൊണ്ട് ഇടരുറ്റുടൻ ചൊല്ലിയിടിനാൻ. വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു. തം ജുഗുപ്സിതകർമാണം നൃശംസം നിരപത്രമം വാസുദേവം മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ. മഹാഭാഗ്യശാലിയായ വസുദേവൻ നിന്ദാർഹമായ കർമ്മത്തിനൊരുങ്ങിയവനും നിർലജ്ജനും ക്രൂരനുമായ അവനെ കംസനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിദ്രുതം വസുദേവതാൻ എഴുന്നേറ്റ് ചെന്ന് ദുഷ്ടനാം അവൻ തന്റെ ഹസ്തവും വാളും കൂടെ പെട്ടെന്ന് പിടിച്ച് ഇടരറ്റുടൻ ചൊല്ലിയിടിനാൻ. ഇതാണ് 35, 36 ശ്ലോകത്തിന്റെ ഭാഷാവിഷ്കാരം. ഈ 2 ശ്ലോകങ്ങളും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അതിനെ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലായി. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.